സോ ഇന്നത്തെ ജനറേഷനിൽ കുട്ടികളായിക്കോട്ടെ, മുതിർന്ന ആൾക്കാരായിക്കോട്ടെ, അവരെപ്പോഴും ഒന്നിന്റെ പാസ്റ്റിൽ സ്റ്റക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഭയങ്കര വറീഡാണ്. പല ആൾക്കാരും പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഓവർ തിങ്കിങ് ഇഷ്യൂസ് കാണപ്പെടാറുണ്ട്. ഈ ഓവർ തിങ്കിങ് ഇഷ്യൂസ് ചിലപ്പോൾ നമ്മുടെ തലവേദനകൾ, മൈഗ്രെയിൻ, സൈനസ് പോലെയുള്ള തലവേദനകളുടെ ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് ദേഷ്യമുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇതൊന്നും നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അത് സപ്രസ് ചെയ്യുകയാണെങ്കിലും മൈഗ്രെയിൻ, സൈനസ് പോലെയുള്ള ഇഷ്യൂസ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പം നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഡിസിഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ കംഫർട്ടബിൾ സോൺ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴും ഇത്തരം മൈഗ്രെയിൻ എല്ലാം ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ ക്രൈം സിൻഡ്രോമിൽ പെടുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഹിപ്നോതെറപ്പിയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.